നല്ല ഷേപ്പിലുള്ള ഒരു തടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ ഒരു ഓർക്കിഡ് ചെടി വെച്ചാലോ എന്നൊരു പ്ലാനിങ്ങിലൂടെ ഒരു ഗ്രില്ല് കൂടെ എടുത്തു. പിന്നെ ഒരു ഹെൽപ്പറിനെ കൂടെ അവിടെ സൈഡിലിരുത്തി. ഹെൽപ്പർ ഭയങ്കര ശല്യം. കയ്യിൽ കിട്ടിയ ആണിയൊക്കെ എടുത്ത് തടിക്കകത്ത് കുറേ അടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ എനർജി ഡ്രിങ്ക് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ആ ഷേപ്പിൽ കിട്ടിയ ആ സാധനത്തിന് ഏകദേശം അതിൻ്റെ തന്നെ ഷേപ്പിൽ ഈ നെറ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഈ നെറ്റിനെ ആണി വെച്ചടിച്ച് എന്നിട്ട് ആ ഓർക്കിഡ് ചെടി അതിലിരിക്കാൻ പാകത്തിനുള്ള ഒരു ഗ്യാപ്പ് ഇട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ തുടങ്ങിയാലോ. അപ്പോൾ ഇതേപോലെ ഹെൽപ്പറിൻ്റെ കയ്യിൽ നിന്നും ചുറ്റിക മേടിക്കുക, എന്നിട്ട് ആണി അടിക്കുക. ഹെൽപ്പർ നോക്കി നിൽക്കുവാണ് ഇനി ചുറ്റിക എപ്പോൾ തിരിച്ചെടുക്കുക എന്നുള്ളത്. ഒരു രക്ഷയില്ല, ഒരു സാധനം തരില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ ഹെൽപ്പർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീണ്ടും നമ്മൾ രണ്ടാമത്തെ ആണി രണ്ടാമത്തെ സൈഡിൽ വെച്ചു അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അടിച്ച് സെറ്റാക്കിയതിന് ശേഷം അടിഭാഗത്തു കൂടി നമ്മൾ 1-2 ആണി വെച്ച് അടിച്ചിട്ട് ബാക്കി വരുന്ന ഭാഗം പുറകിലേക്ക് മടക്കി വെക്കും. എന്നിട്ട് അതിലും നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ സാധനം വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നതാണ്. ഈ ഹെൽപ്പറാണെങ്കിൽ കുറേ നേരമായിട്ട് കൈ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ചുറ്റിക അടിച്ചു മാറ്റുക എന്നതാണ് പുള്ളിയുടെ ലക്ഷ്യം. എന്നിട്ട് നേരത്തെ പിടിച്ച് തടി കഷ്ണങ്ങളിൽ ആണി അടിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഇപ്പോഴത്തെ ഹോബി. അവസാനം ഞാനത് കൊടുത്തു, എന്തെങ്കിലും കാണിക്കും എന്ന് വെച്ചിട്ട്. എൻ്റെ മാക്സിമം ആണിയടിക്കൽ പരിപാടി ഇതിൽ കഴിഞ്ഞു. അപ്പോൾ ഇനി എക്സ്ട്രാ വന്ന ഈ നെറ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. എന്നിട്ട് നല്ല ലുക്കിലും ഷേപ്പിലും ഇതുപോലെയൊക്കെ മടക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു സ്പേസ് കിട്ടും. എന്നിട്ട് ഇങ്ങനെ ഓർക്കിഡ് നേരത്തെ ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനത് എടുത്ത പാടെ ആ പൂ ഒടിഞ്ഞുപോയി. നിങ്ങളാരും എന്നെ തെറി വിളിക്കരുത്, അറിയാണ്ട് പറ്റിപ്പോയതാണ്. എന്ത് ചെയ്യാനാ, പൂവല്ലേ, ഇനിയും വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പൂ എടുത്ത് മാറ്റി ചെടി ചട്ടിയിൽ നിന്നും നമ്മൾ ആ കരിയും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് പുറത്തേക്ക് എടുക്കുവാണ്. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് അധികം വേരുകളൊന്നും പൊട്ടാതെ എടുക്കാൻ ശ്രമിക്കുകയാണ്. അല്പം സ്വല്പമൊക്കെ പൊട്ടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മളിങ്ങനെ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൽ വെച്ചിരുന്ന കരിയും കാര്യങ്ങളൊക്കെ ഞാനെടുത്ത് മാറ്റുന്നുണ്ട്. പിന്നെ കരിയൊക്കെ എടുത്ത് മാറ്റി നോക്കിയപ്പോൾ ഉള്ളിൽ ഒരു അട്ട ഇരിക്കുന്നു. ഈ ചുവന്ന കളർ അട്ട. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക, ചേരട്ടയെന്നോ? അപ്പോൾ ആ അട്ടേനെ എടുത്തങ്ങ് മാറ്റി. എന്നിട്ട് ഹെൽപ്പറിനെ ജസ്റ്റ് ഒന്ന് നോക്കി എന്താ പരിപാടി എന്നുള്ളത്. അങ്ങനെ ചട്ടിയിൽ നിന്നും വേർപെടുത്തിയെടുത്ത ഓർക്കിഡിൻ്റെ ചെടി നമ്മൾ സെറ്റ് ചെയ്ത നെറ്റിൻ്റെയും വുഡിൻ്റെയും ഇടയ്ക്ക് ഇങ്ങനെ നല്ല മെല്ലെ സൂക്ഷിച്ച് കയറ്റി വെക്കുകയാണ്. എന്നിട്ട് ഓർക്കിഡിൻ്റെ മിക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് തടിക്കഷ്ണം, കരി എന്നിങ്ങനെയുള്ള ഒരു സാധനം. നമ്മുടെ വീട്ടിലത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നത് കൊണ്ട് അതൊരു ചാക്ക് മേടിച്ചു. അത് വെച്ചിട്ടുള്ള പരിപാടികളാണ് ഇവിടെ കംപ്ലീറ്റ്. അപ്പോൾ അതിതുപോലെ നമ്മൾ സൈസ് അനുസരിച്ചിട്ട് ഇങ്ങനെ കുത്തിക്കയറ്റി അതിനകത്തോട്ട് വെച്ചു. വീണ്ടും കുറച്ച് പൊടിയൊക്കെ അതിൻ്റെ പൊക്കത്തേക്ക് ഇട്ട് കൊടുത്തു. സംഭവം അടിപൊളി സെറ്റായിട്ടുണ്ട്. ഇത് കെട്ടി തൂക്കിയിടാനുള്ള പരിപാടിയാണ്. ഇതുപോലെ നമ്മൾ ഈ ചെടി കെട്ടി തൂക്കാനുള്ള ഒരു ചങ്ങല പോലത്തെ ഒരു സാധനം കിട്ടും. അത് 2 എടുത്തു. ഒരു കണ്ണിൽ തൂക്കി. എന്നിട്ട് തന്നെ നമ്മൾ എസ് ഷേപ്പിലുള്ളൊരു കമ്പി വളച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കെട്ടി തൂക്കാൻ പോവാണ്. ഇവിടെ ഈ കൽക്കരിയും പരിപാടി എടുത്തിട്ട് പുള്ളിക്കാരൻ അടിച്ച് പൊളിച്ച് തൻ്റെ JCBയിൽ അത് കയറ്റി ആണി വെച്ചിരുന്ന പെട്ടിക്കകത്തേക്ക് റീലോഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു പുള്ളി. ഭാവിയിൽ JCB ഡ്രൈവറാകുമോ എന്നൊരു സംശയം ഇല്ലാതില്ല. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ ഇതിൽ തൂക്കിയിടേണ്ട എസ് കമ്പി കണ്ടുപിടിച്ച് കൊണ്ടുവന്നു. കെട്ടി തൂക്കി. എങ്ങനെയുണ്ട്, കാണാൻ നല്ല ഭംഗിയില്ലേ?
അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നമ്മളിതിൽ എക്സ്പേർട്ടൊന്നുമല്ല, ഒരു രസത്തിന് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ വേറൊരു ഷേപ്പിലൊരു തടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ തടിയിലൊരു ബാസ്ക്കറ്റ് ഷേപ്പിലൊരു സാധനം ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ. നെറ്റ് കട്ട് ചെയ്തെടുത്തു, അതിനെ നമ്മളിങ്ങനെ കോൺ ഷേപ്പിൽ തിരിച്ച് വയ്ക്കാനുള്ള പ്ലാനിലാണ്. ഈ ഹെൽപ്പറിനെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. കത്രിക എടുത്ത് എൻ്റെ കാലിനെ കുത്തിപ്പൊളിക്കുന്നതാണ് തോന്നുന്നതാ. എന്നിട്ടിങ്ങനെ കോണ് പോലെ എടുത്ത് അതിലേക്ക് ഇങ്ങനെ വയ്ക്കുക. പക്ഷെ നിങ്ങളെ കാണിച്ചു തരാൻ ഇവൻ സമ്മതിക്കുന്നില്ലല്ലോ ചെക്കൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ കോണ് പോലെ എടുത്തിട്ട് മുകളിലൊരു ആണി അടിച്ചു, താഴെ 2 ആണി അടിച്ചു. കറക്റ്റ് ഒരു ഓർക്കിഡിൻ്റെ ചെടി വെക്കാൻ ഭാഗത്തിനുള്ള സ്പേസ് അവിടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ എൻ്റെ ഹോള് നല്ല രീതിയിൽ നമ്മൾ ആണി അടിച്ച് അടച്ചെടുക്കുവാണ്. പിന്നെ നേരത്തെ പോലെ തന്നെ നമ്മൾ ഇപ്രാവശ്യം ഒറ്റച്ചങ്ങലാട്ടോ ഇടുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ആണി മുകളിലടിച്ചു, എന്നിട്ട് ഒരു സിംഗിൾ ചെയിൻ അതിൽ ഹാങ് ചെയ്യാനാണ് ഇതിൻ്റെ പ്ലാൻ. അപ്പോൾ അതുകൂടെ സെറ്റ് ചെയ്തു. എന്നിട്ട് അടുത്ത ഓർക്കിഡിൻ്റെ ചെടി എടുത്തുകൊണ്ട് വന്നു. ഇപ്രാവശ്യം പൂ ഒടിയാണ്ടിരിക്കാൻ ഞാൻ വളരെയധികം ശ്രദ്ധിച്ചു. ഓക്കെ, അങ്ങനെ ആ ചെടിച്ചട്ടിയിൽ നിന്നും അതിനെ വളരെ വിദഗ്ധമായി ഊരിയെടുത്ത് നമ്മൾ ഉണ്ടാക്കിയ കോണിൽ വെച്ചപ്പോൾ പെർഫെക്റ്റായിട്ട് നല്ല കറക്റ്റ് ഫിറ്റായിരുന്നു കേട്ടോ. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ തടിയിൽ അത് സെറ്റായതിപ്പോൾ. പിന്നെ ഓർക്കിഡിൻ്റെ ആ മിക്സും കാര്യങ്ങളൊക്കെ വെച്ച് ഒന്ന് ഫില്ല് ചെയ്തു. എന്നിട്ട് നമ്മളത് ഹാങ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ കാസ ഗാർഡനിൽ ഇന്ന് 2 ഓർക്കിഡ് പൂക്കൾ കിട്ടി തൂക്കി. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് ഗാർഡനിങ് വീഡിയോസ് നമ്മുടെ ഒരു ഹോബിയാണിത്. നമ്മൾ ഇങ്ങനെ ചെയ്തിടുന്നുണ്ട്. ഇത് കാണാൻ താല്പര്യമുള്ള ആളുകൾ ദയവായി ഈ ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ കാസ ഗാർഡനിൽ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.